take hold. Need that ecstasy of hope. A rhythm started to take hold. Need that ecstasy of hope. A rhythm started.
to another crime scene. Get a little bit of gasoline. Welcome to another crime scene. Get a little bit of gasoline. Welcome to another crime scene. Put a little bit of shit, put a little bit of shit, put a little. I'ma make it burn, I'ma make it burn. Put a little bit of shit, put a little bit of shit, put a. I'ma make it burn, I'ma make it burn, I'ma make it burn. I'm gonna set your place on fire. Let's get higher. I'm gonna set. Get a little bit of gasoline. Welcome to another crime scene. Get a little bit of gasoline. Welcome to another crime scene. Put a little bit of shit, 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 put a. I'ma make it burn, I'ma make it burn. Get a little bit of. I'm gonna say. I'ma make it burn, get a little bit of. I'm gonna say. I'ma make it burn, get a little bit of. Put a. Get a little bit of gasoline. I'm gonna set your place on fire. Let's get higher. I'm gonna set.
നമ്മുടെ 6-ാം വാർഡിൽ ജമന്തി പൂപ്പാടം ഒരുക്കി അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇതിലെത്തിച്ചേർന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ബിന്ദു, നമ്മുടെ കൃഷി ഓഫീസർ ശ്രീ മധുസൂദനൻ നായർ, അതുപോലെ നമ്മുടെ NRGSൻ്റെ ഓവർസിയർ ഷിജി, ബിനി റോസ്, ഷിജി മോള്, ഈ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുത്തിയ JLG ഗ്രൂപ്പിൻ്റെയും പ്രതിനിധികളായ ശാന്തി, സുജാത, അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന കൃഷി വകുപ്പിലെ മറ്റുദ്യോഗസ്ഥർ, നമ്മുടെ വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റ് പ്രിയപ്പെട്ടവർ, വളരെ കാട് പിടിച്ച് തരിശായി കിടന്ന ഒരു സ്ഥലമാണിത്. മനുഷ്യൻ്റെ സാന്നിധ്യം പോലും ഈ പ്രദേശത്തില്ലായിരുന്നു. ആ സ്ഥലമാണ് നമ്മൾ കണ്ടെത്തി ഏറ്റെടുത്ത്, ഉടമസ്ഥരുടെ സമ്മതപ്രകാരം നമ്മൾ ഏറ്റെടുത്ത് ജമന്തി പൂപ്പാടം ഒരുക്കുക. ജമന്തി പൂപ്പാടം ഒരുക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു. ഈ പൂപ്പാടങ്ങളിൽ പൂക്കൾ വിരിയുമോ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ലൊരു ജമന്തി പൂപ്പാടം നമുക്കുണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ നമ്മൾ പലരുമുണ്ടായിരുന്നു. പക്ഷേ ആശങ്കകളൊന്നും അടിസ്ഥാനമില്ല എന്ന് നമുക്ക് ഓരോ ദിവസം ഇതിൻ്റെ ചെടികൾ വളർന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. കൃഷി ഓഫീസറുടെ നിർദ്ദേശാനുസരണം ഇതിനു വേണ്ടി, പൂപ്പാടം ഒരുക്കുന്നതിന് വേണ്ടി സന്നദ്ധരായ കുറച്ച് പേരുണ്ട്. അവരുടെ അശ്രാന്തമായ പരിശ്രമം, അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ ഓരോ ചെടിയുടെ മൂട്ടിൽ പോയി അതിനെ നമുക്ക് സന്തോഷം പകരുക. ഇവിടെ വരുന്നവരെല്ലാം എന്തെല്ലാം വിഷമതകളോ ആശങ്കകളോ മനസ്സിലുണ്ടെങ്കിൽ പോലും ആ അല്പസമയം ഇവിടെ നിന്ന് ചെലവഴിക്കുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷം, ആ ഒരു സംതൃപ്തി നമ്മളെല്ലാവരും അനുഭവിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഒറ്റക്കെട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ പൂത്ത് നിറഞ്ഞ് മനസ്സ് നിറയെ നിൽക്കുന്ന ഈ ജമന്തി പൂക്കളെന്ന് നമുക്കെല്ലാവർക്കും. നമ്മളിതിവിടെ അവസാനിപ്പിക്കുന്നില്ല. ഇത് കഴിഞ്ഞാൽ ഈ ജമന്തി പൂപ്പാടത്തിൻ്റെ സീസൺ അവസാനിച്ച ഉടനെ തന്നെ ഇവിടെ നമ്മൾ പച്ചക്കറി നടുകയാണ്. ആ പച്ചക്കറി നട്ട് നമ്മൾ അതിനെ വളർത്തി അതിൽ നിന്ന് വിളവെടുത്ത് നമ്മുടെ പ്രദേശത്തിനാവശ്യമായ പച്ചക്കറി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കുമെന്ന്
ബഹുമാന്യനായ നമ്മുടെ MLA ശ്രീ IB സതീഷ് കാട്ടാക്കടയുടെ MLA അദ്ദേഹം നൽകിയ ഒരു ആശയമാണ് നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ. അത് പള്ളിച്ച ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തു. ഇന്ന് പള്ളിച്ച ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായി 50 ഏക്കറിലോളം ഭൂമിയിൽ ജമന്തി പൂപ്പാടങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഈ 50 ഏക്കറോളം സ്ഥലവും തരിച്ചു കിടന്നതാണ്. അവിടെ ഇനി ഈ സീസൺ അവസാനിച്ച പച്ചക്കറി കൃഷിയിലേക്ക് പോകുകയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ നമ്മുടെ പച്ചക്കറി എന്ന സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്. ഇതിനു വേണ്ടി പങ്കാളിത്തം വഹിച്ച, ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരോടും ഈ വാർഡിൻ്റെ മെമ്പർ എന്ന നിലയിൽ, പള്ളിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ സ്നേഹാദരവും നന്ദിയും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇതിന് പേര് ഇട്ടിരിക്കുന്ന പൂക്കുടയിലേക്ക് സ്വാഗതം എന്നാണ്. വാർഡ് നമ്പർ 6 പൂക്കുടയിലേക്ക് സ്വാഗതം എന്ന പേരിട്ടിരിക്കുന്ന ഈ വിളവെടുപ്പ് മഹോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. നമ്മുടെ കൃഷി ഓഫീസർ മധു സാറ്, അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ഡോക്ടർ സ്മിതാശിവൻ, NREGയുടെ AE പ്രവീണ്, അതുപോലെ ഓവർസർമാരായ മിനിറോസ്, ഷിജി, ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ അജിമോള്, ഇവിടെ കൂടിയിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളെ, കുടുംബശ്രീ പ്രവർത്തകരെ, അതുപോലെ തന്നെ ഇതിന് ചുക്കാൻ പിടിച്ച സുജാത, ശാന്തി, അതിനോടൊപ്പം നിന്ന് 13 പേരുണ്ട്. ഞാനിവിടെ ഈ ഉദ്ഘാടന സമയത്ത് ഈ ചെടി നട്ട് അന്ന് ഉദ്ഘാടന സമയത്ത് ഇവിടെ എത്തിയതാണ്. അവരുടെ അശ്രാന്ത പരിശ്രമം ഒരിക്കലും പറഞ്ഞു തീരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം കിണറിൽ നിന്നാണ് വെള്ളം 15 പേര് കോരി ഒഴിക്കും, അതിനെ ടാങ്കുകളിലാക്കി എല്ലാവരും ഒരു കുഞ്ഞിനെ എങ്ങനെ സംരക്ഷിക്കുന്നു അതുപോലെ ഓരോ ചെടിയും സംരക്ഷിച്ച് ഇത്രയും വിജയപരമായി ഈ 6ാം വാർഡിൽ ഇത്രയും നല്ലൊരു പൂപ്പാടമാക്കി തീർത്ത ഏവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും നമ്മുടെ നാട്ടിലും തോവാളയെ പോലെ ഒരു ചെറിയ തോവാളയായി കഴിഞ്ഞെന്ന് പറയാം. തോവാളയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഒരു അവസ്ഥയാണ്. ശരിക്കും നാളെ 3ാമത്തെ വർഷമാണ് പള്ളിച്ച ഗ്രാമപഞ്ചായത്തിൽ പൂക്കൃഷിയുമായി മുന്നോട്ട് പോകുന്നത്. നാളെ നമ്മുടെ പള്ളിച്ച ഗ്രാമപഞ്ചായത്ത് തോവാളയായി പ്രഖ്യാപിക്കും. സർക്കാർ തന്നെ എല്ലായിടവും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മുടെ ഈ ജമന്തി പൂക്കൃഷി അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ഇത്രയും പേരുടെയും പരിശ്രമം, ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും ഏകാന്ത പരിശ്രമം ഉണ്ടായിരുന്നു. എന്തായാലും ഈ പരിശ്രമത്തിന് വിജയമുണ്ടായി. ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബിന്ദു മെമ്പർ, ഡോക്ടർ, NREGയുടെയും മറ്റ് ഉദ്യോഗസ്ഥർ, എൻ്റെ സഹപ്രവർത്തകരുണ്ട്. പിന്നെ ഏറ്റവും നല്ല JLG അംഗങ്ങളെ, തൊഴിലുറപ്പുകാർ. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ബിന്ദു മെമ്പറും പ്രസിഡൻറ്റും ഒക്കെ പറഞ്ഞതുപോലെ വളരെ ദുർഘടമായ കാലാവസ്ഥാ സാഹചര്യങ്ങളിലൂടെയൊക്കെയാണ് കടന്നുപോയത്. പക്ഷേ ഇവിടുത്തെ JLG, അതായത് എൻ്റെ അനുഭവത്തിൽ 16ാം വാർഡ് കഴിഞ്ഞാൽ അടുത്ത് തീവ്ര പരിശ്രമം നടത്തിയത് ഈ JLGയാണ്. ഒരു ചെറിയ വീട്ടിൽ വന്നിരുന്നപ്പോൾ പോലും വിളിച്ച് പറയുക, വന്ന് നോക്കിയില്ലെങ്കിൽ പിന്നെ അടുത്ത് വിളിക്കുമ്പോൾ തന്നെ അറിയാം അവരുടെ ആ പരിഭവം. അത്ര രീതിയിൽ പെരുമാറിയ JLG ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളുടെ വാർഡ് മെമ്പർ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്ത സ്വഭാവമുണ്ട്. അതായത് നിശ്ചയദാർഢ്യം എന്ത് കാര്യത്തിലും. അപ്പം ഈ വാർഡിൽ മാത്രമല്ല, മൊത്തം വാർഡിൻ്റെയും ഈ ഭൂകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃഷി ഓഫീസർ എന്ന നിലയിൽ എന്നോടുള്ള ഇടപെടൽ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഇടപെടലായിരുന്നു. അത് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങളോടും ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് കാലാവസ്ഥയിൽ വന്നതും, പിന്നെ നമ്മൾ 2ാമത് അവിടെ നട്ടിട്ടുള്ള ഹാരജമന്തി അത് നേരത്തെ നടേണ്ടതായിരുന്നു. പക്ഷെ അത് പൂക്കും, നോക്കിക്കൊള്ളുക കൃത്യമായിട്ട്. കാരണം നമുക്കത് പച്ചക്കറി ചെയ്യുമ്പോൾ നിന്നാലും നമുക്ക് ഗുണമേ ഉണ്ടാവും. പച്ചക്കറി നടുമ്പോഴും നമുക്കിതിൻ്റെ ചുറ്റും ഓരോ വരി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ജമന്തി തൈകളും അതും നിർത്താമെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ കീടങ്ങളുടെ ശല്യമൊക്കെ കുറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പഞ്ചായത്തിൽ മുഴുവൻ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ വാർഡംഗം, അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാർക്കശ്യ നിലപാടോടാണ് കൃഷി കാര്യങ്ങളിൽ എടുത്തിട്ടുള്ളത്. പൂർണ്ണമായി പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ എന്തെങ്കിലും കാര്യങ്ങളിൽ പാലിച്ച വന്നാൽ അതേ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു കൃഷി ഓഫീസർ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുന്നതാണ്. അങ്ങനെ അഭിമാനിക്കാവുന്ന ഒരു വാർഡാണ് 6ാം വാർഡ്. അപ്പോൾ ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, നമ്മൾ വാട്ടരോഗം അത് ചെറുതായിട്ട് നമ്മളെ പേടിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ചെറിയ മരുന്ന് നമ്മൾ ഉപയോഗിച്ചു. കാരണം ഈ വാട്ടരോഗം എവിടെ വന്നാലും
പൂർണ്ണമായി അങ്ങ് വ്യാപിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരു തൈ പോലും രക്ഷപ്പെട്ട് കിട്ടാറില്ല. അത് ഇതിന് ഏറ്റവും കൂടുതൽ 16-ാം വാർഡിലും വന്നു. പിന്നെ ഇത് കഴിഞ്ഞാൽ 12-ാം വാർഡിലും JLG കുറച്ചുകൂടെ നേരത്തെ ഉണ്ടായിരുന്നതിൽ കുറച്ചുകൂടെ ആക്റ്റീവാണ്. പക്ഷേ ഈ അവസാനം നട്ട ചില വാർഡുകളൊക്കെ ഉണ്ട്, 2-ാം വാർഡ്, അതൊക്കെ വളരെ ബുദ്ധിമുട്ടിലുമാണ്. അപ്പോൾ എന്തായാലും ഈ വാർഡിലെ ഓരോ അംഗങ്ങളോടും കൃഷി ഓഫീസർ എന്ന നിലയിൽ കൃതജ്ഞതയുണ്ട്. കാരണം ഈ പ്ലാന്റിനെ പരിചരിച്ചത് അങ്ങനെയാണ്. ഈ വിളകളെ നിങ്ങളത് ഉൾക്കൊണ്ടു. നിങ്ങൾക്ക് ഇനി തീർച്ചയായിട്ടും അതിമനോഹരമായിട്ട് എല്ലാ സീസണിലും ഇത് കൃഷി ചെയ്യാവുന്ന ഒരു അറിവ് നിങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഈ വാർഡിലെ JLGയും നിങ്ങൾ ഓരോരുത്തരോടും കൃതജ്ഞതയുണ്ട്. അത് എന്നും കാത്തു സൂക്ഷിക്കും. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയും എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. നമ്മൾ 13 വാർഡുകളിലായിട്ട് പ്രസിഡന്റ് പറഞ്ഞ പോലെ 50 ഏക്കറോളം ഓടി എത്തേണ്ടതുണ്ട്. അത് പക്ഷേ ഈ കൂടുതൽ വിളിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നിടത്താണ് കൂടുതൽ പ്രാവശ്യം പോകുന്നത്. അങ്ങനെ ഒരു പാളിച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ദയവായിട്ട് നിങ്ങളിലും നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളിലും നിങ്ങളിൽ ഓരോരുത്തരിലും കൃഷി ഓഫീസർ എന്ന നിലയിൽ അഭിമാനമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടെ ശ്രദ്ധിച്ച് ഒരു കൃഷി രീതി കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒപ്പം നമുക്കിതിൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാമ്പത്തികം ഇവിടെ കിട്ടിയില്ല എങ്കിൽ നമ്മൾ വിജയകരമായി പച്ചക്കറി ചെയ്യും. ഉറപ്പായിട്ടും പച്ചക്കറി ചെയ്യും. അതിൻ്റെ വിളയും കിട്ടും, അതിന് ആനുകൂല്യവും കിട്ടും. ആനുകൂല്യം നമ്മൾ കണക്കാക്കണം, നമ്മൾ അക്കൗണ്ടിലേക്ക് വരും. അപ്പം ഇതിനും ചെറിയ നിങ്ങൾ മുടക്കിയിട്ടുള്ള, കാരണം പരമാവധി സാധനങ്ങൾ എത്തിക്കാൻ പറ്റിയത് ഞാൻ എത്തിച്ചിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതിന് എന്തെങ്കിലും ഒരു എമൗണ്ട് നിങ്ങളുടെ സബ്സിഡിയിലോട്ട് വരുമ്പോൾ അത് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സന്തോഷ നിമിഷങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എല്ലാവിധ ആശംസകളും. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായ ശ്രീ രാജേഷ് അവர்கள், അതേപോലെ തന്നെ നമ്മുടെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായിട്ടുള്ള ബിന്ദു മാഡം, അതേപോലെ തന്നെ നമ്മുടെ കൃഷി ഓഫീസർ, AE, മറ്റ് JLG അംഗങ്ങളെ, തൊഴിലുറപ്പ് വ്യക്തികളെ, അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ, മറ്റ് നാട്ടുകാരെ, ശരിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം 6-ാം വാർഡിൽ ഇങ്ങനൊരു കൃഷി എന്ന് പറയുമ്പോൾ അത് എനിക്കും കൂടി അഭിമാനിക്കാം എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്കേറെ ഉള്ളത്. കാരണം ഞാൻ ഈ വാർഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഓഫീസർ എന്ന നിലയിൽ ശരിക്കും വേറെ ഏതൊരു വാർഡിൽ പോയി കാണുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു പൂപ്പാടമാണ് ഞാൻ ഇന്നിവിടെ കാണുന്നത്. ശരിക്കും ഇതിന് നിങ്ങൾ ഇട്ടിരിക്കുന്ന പേര് തന്നെ വളരെ സന്തോഷജനകമായ ഒരു പേരാണ്. എനിക്ക് തോന്നുന്നു മറ്റൊരു വാർഡിലും ഇത് ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പൂക്കൂട എന്നൊരു പേര് അത് തന്നെ വളരെ, കാരണം നിങ്ങളൊക്കെ കൂടെ ആലോചിച്ച്, കാരണം അത്രത്തോളം നിങ്ങൾ ഇതിനെ സ്നേഹിച്ചാണ് വളർത്തിയെന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. കാരണം അത്രയും വളരെ വലിയൊരു ആഘോഷമാക്കി മാറ്റുകയാണ് നിങ്ങൾ ഈ ഒരു വിളവെടുപ്പ് കൂടി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, പ്രത്യേകിച്ചും ഇത് പ്രസിഡന്റിൻ്റെ വാർഡിൽ തന്നെ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ഇതിന് വളരെ ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ്, അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഓഫീസറുടെ ഒരു കൃത്യമായ ഇടപെടലൊക്കെ ഇതിനകത്തുണ്ട് എന്നറിയുമ്പോൾ, പ്രത്യേകിച്ചും ബിന്ദു മെമ്പർ പറഞ്ഞതുപോലെ ഈ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരിക്കൊണ്ട് നിങ്ങൾ ഒഴിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും വളരെ സന്തോഷം. കാരണം അത്രയും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എഫോർട്ട് എടുത്തു എന്നറിയുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ JLG അംഗങ്ങൾ ഇങ്ങനെ കൃത്യമായി അദ്ദേഹത്തെ വിളിച്ച്, കാരണം നിങ്ങൾ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. നിങ്ങളുടെ